മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഒരു അധികാരി ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഈശോ പറയാ, പ്രമാണങ്ങളെല്ലാം പാലിക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അവനോട് പറയുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ട്. നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം നൽകുക. അപ്പം വിഷമത്തോടെ തിരിച്ചുപോയി എന്നാണ് തിരുവചനത്തെ പറയുക. കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവരുത് എന്ന് ഈശോ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും, നമ്മൾ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, നമ്മൾ ഈശോയുടെ മുമ്പിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിതത്തിൽ എപ്പോഴും ഈശോയോട് ചേർന്ന നിൽക്കുന്നത് എന്നൊക്കെ. പക്ഷേ മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലോ നമ്മുടെ വാക്കുകളോ ജീവിതത്തിന്റെ ശൈലികളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഈശോനാഥൻ വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് അനുഗ്രഹങ്ങൾ പലപ്പോഴും ലഭിക്കാത്തത്? ജീവിതത്തിന്റെ പല മേഖലകളിലും ഉയർച്ചയില്ലാതെ നമ്മൾ നിൽക്കുന്നതിന്റെ കാരണം എന്താ? ജീവിതത്തിന്റെ ചില കുറവുകളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ്. നമ്മള് പലപ്പോഴും ഈശോയുടെ അടുത്ത ജീവിക്കുന്നതെന്ന് കണ്ട് കുറവുകളിലേക്ക് നമ്മൾ അധികം ആരും നോക്കാറില്ല. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും നോക്കണം. പ്രിയപ്പെട്ടവരെ, കുറവുകളുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഒത്തിരി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഒത്തിരി സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ഈ കുറവുകള് തിരിച്ചറിഞ്ഞ കുറവിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമുക്കൊക്കെ വിലയുണ്ടാവുകയുള്ളൂവെന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നടക്കും. പക്ഷെ ജീവിതത്തിൽ ചെയ്യേണ്ട നന്മ ചെയ്യുന്നില്ലെങ്കിലോ? ജീവിതത്തിൽ ഒത്തിരി നന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയില്ലെങ്കിലോ, വിശ്വാസമില്ലെങ്കിലോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ പല മേഖലകളിലും കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. തിരുവചനത്തിലൂടെ ഈശോ പറയുകയാണ്, നിന്റെ ജീവിതത്തിന്റെ കുറവിനെ നീ മാറ്റണമെന്ന്. ഈ നോമ്പ് കാലഘട്ടം അതിനുവേണ്ടിയുള്ള കാലഘട്ടം. കുറവുകളെ തിരിച്ചറിയാനും കുറവുകളെ മാറ്റാനുമുള്ള കാലഘട്ടം. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതും ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കണമെന്ന് പറയുന്നതും ദൈവത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കണമെന്ന് പറയുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. ജീവിതത്തിന്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ കുറവിനെ പരിഹരിക്കാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ മേഖലകളില്, നമ്മുടെ കുടുംബ ജീവിതത്തില്, സമൂഹ ജീവിതത്തില് നമ്മുടെക്ക് കുറവുകളുണ്ട് എങ്കിൽ ആ കുറവിനെ തിരിച്ചറിഞ്ഞ് കുറവിനെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ നോമ്പ് കാലം അനുഗ്രഹത്തിന്റെ കാലഘട്ടമായിരിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുക. ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഈ ദിവസത്തെ ഇവരുടെ അധ്വാനങ്ങളെ, ഇവരുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. പൈശാചിക അരൂപികൾ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.